സെപ്റ്റംബർ 8 ക്രിസ്തുമസ് നമുക്ക് സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും സുദിനമാണ് എന്ന് വരികിൽ, മേരിമസ് നമുക്ക് കൃതജ്ഞതയുടെയും നന്ദിയുടെയും ഒരു ദിനമായിട്ട് കരുതണം. ക്രിസ്മസിൽ നമുക്ക് ഒരു രക്ഷകനെ കിട്ടിയെന്ന് വരികിൽ, മേരിമസിൽ ആ രക്ഷകനെ പ്രദാനം ചെയ്ത അമ്മയെയാണ് മനുഷ്യർക്ക് ലഭിച്ചത്. ഈ അമ്മ ശ്രദ്ധേയമായിട്ടുള്ള ഒരു രാജവംശമായ ദാവീദ് രാജാവിന്റെ ഗോത്രത്തിൽ വിശുദ്ധരായിട്ടുള്ള യോവാഖീം അന്ന ദമ്പതികളുടെ ഏക മകളായിട്ടാണ് ജനിച്ചത്. ദൈവത്തിന്റെ പ്രത്യേക സംരക്ഷണയിലും പരിപാലനയിലുമാണ് ഈ കുട്ടി വളർന്നു വരാൻ ഇടവന്നത് എന്ന് നമുക്കറിയാം. അങ്ങനെ ദൈവത്തിന്റെ പ്രത്യേക പരിപാലനാ വിശേഷത്തിലാണ് ഈ കുട്ടി വളർന്ന് ദൈവത്തിന്റെ അമ്മയുടെ സ്ഥാനത്തേക്ക് അവരോധിതായത് എന്നും നമുക്കറിയാം. പ്രസിദ്ധ ഒരു ജർമ്മൻ ചിന്തകനായ ഹെർബർട്ട് ഹെസ്സെ ഒരിക്കൽ പറയുകയുണ്ടായി, 4 വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളാണ് ഭാഗ്യം ചെയ്തവർ. അദ്ദേഹത്തിന്റെ നോട്ടത്തിൽ ഒരു ചക്രവർത്തിയുടെ ഭാര്യയായി തീരുക എന്നുള്ളത് ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഭാഗ്യമാണ് എന്നാണ്. ഭാഗ്യം ചെയ്തവരിൽ രണ്ടാമത്തെ വിഭാഗമായിട്ട് അദ്ദേഹം കാണുന്നത് ജീനിയസ്, നമുക്ക് പറയാം ഒരു പ്രതിഭ. ആ ജീനിയസിന്റെ സഹോദരിയായിട്ട് ജനിക്കാനിടവരിക എന്നുള്ളത് ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഭാഗ്യത്തിന്റെ ലക്ഷണമായിട്ടാണ് അദ്ദേഹം പറയുക. മൂന്നാമത്തെ അദ്ദേഹത്തിന്റെ ചിന്തയനുസരിച്ച് മൂന്നാമത്തെ വിഭാഗത്തിൽപ്പെട്ട ഭാഗ്യം ചെയ്തവരെ ഒരു വിപ്ലവകാരിയുടെ കാമുകി ആകുക എന്നുള്ളത് ഒരു സ്ത്രീയുടെ ഭാഗ്യമെന്ന നിലയിലാണ് അദ്ദേഹം കാണുന്നത്. എന്നാൽ ഒരു രക്തസാക്ഷിയുടെ അമ്മ ആകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ആ ജർമ്മൻ ചിന്തകൻ പറയുന്നത്. യേശുക്രിസ്തു തത്വങ്ങൾക്ക് വേണ്ടി, ആദർശങ്ങൾക്ക് വേണ്ടി കുരിശിൽ രക്തം ചിന്തി ബലിയർപ്പിച്ച ആ മഹാരക്തസാക്ഷിയുടെ അമ്മ നമ്മുടെ അമ്മ ആണ് എന്നുള്ളതിൽ നമുക്കും അഭിമാനിക്കാം. ഈ അമ്മ യഥാർത്ഥത്തിൽ അഭിമാനത്തിനും അർഹയാണ്. ഈ അഭിമാനം ജീവിതത്തിൽ നേടിയെടുക്കാനിടവന്നത് വളരെ ഏറെ പ്രതിബദ്ധതയോടുകൂടിയുള്ള സമർപ്പണബോധത്തോടുകൂടിയുള്ള ജീവിതശൈലിയിൽ നിന്നാണ് എന്ന് നമുക്കറിയാം. കത്തോലിക്ക സഭയിൽ ചെറുതും വലുതുമായ പലരുടെയും തിരുനാൾ ആഘോഷിക്കുന്ന നല്ലൊരു പാരമ്പര്യവും കീഴ്വഴക്കവും നിലനിൽക്കുന്നുണ്ട്. ഈ തിരുനാളുകളിൽ മഹാഭൂരിപക്ഷം എന്നല്ല, 3 പേരുടെ ഒഴിച്ച് സ്വർഗവാസികളായിട്ടുള്ള എല്ലാവരുടെയും തന്നെ മരണ തിരുനാളാണ് കത്തോലിക്ക സഭയിൽ ആഘോഷിക്കാൻ ഇടവരുന്നത്. കാരണം മരണത്തോടു കൂടിയാണ് വിശുദ്ധിയുടെ മുദ്ര അവരുടെ ജീവിതത്തിൽ പതിയാനിടവരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ മരണത്തിരുനാളാണ് അവരെ സംബന്ധിച്ച് ആഘോഷിക്കുന്നതിനു വേണ്ടി സഭ തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ വനിതകളിൽ ഏക വ്യക്തി മറിയത്തിന്റെ മരണത്തിരുനാളിന് പകരം ജനന തിരുനാളാണ് കത്തോലിക്ക സഭയിൽ ആഘോഷിക്കുന്നത്. അതാണ് ഇന്ന് നാം ആചരിക്കുകയും അനുസ്മരിക്കുകയും ചെയ്യുന്നത്. ജനന തിരുനാളായിട്ട് ആഘോഷിക്കുന്ന മറ്റ് 2 പേർ ഈ അമ്മയുടെ ഏക മകൻ നമ്മുടെ കർത്താവ് ഈശോ മിശിഹ, അതാണ് ക്രിസ്മസ്. മറ്റേ വ്യക്തി ഈ അമ്മയുടെ തന്നെ ഇളയമ്മയുടെ മകൻ ജോൺ ബാപ്റ്റിസ്റ്റ്. ജൂൺ 24-ാം തീയതി ആണ് അദ്ദേഹത്തിന്റെ ജനന തിരുനാൾ സഭ ആഘോഷിക്കുന്നത്. ഈ അമ്മയെപ്പറ്റി എത്ര കണ്ട് വാചാലതയോടുകൂടി പ്രസംഗിച്ചില്ലെങ്കിലും ഈ അമ്മ അതുല്യമായൊരു സ്ഥാനമാണ് കോടാനുകോടി ജനങ്ങളുടെ ഹൃദയത്തിൽ ഈ അമ്മയ്ക്കുള്ളത് എന്നുള്ളത് നിസ്തർക്കമാണ്. അതുല്യമായൊരു സ്ഥാനമാണ് ലോകം മുഴുവനും പരന്നു കിടക്കുന്ന കത്തോലിക്ക സഭയിൽ ഈ അമ്മയ്ക്ക് ഉള്ളത് എന്നുള്ളത് സത്യമാണ്. അങ്ങനെ അതുല്യമായിട്ടുള്ള വ്യക്തിപ്രാഭവത്തോടുകൂടെ നിൽക്കുന്ന ഈ അമ്മയുടെ മക്കൾ ആയ നമ്മൾ സന്തോഷത്തോടും ആത്മാർത്ഥതയോടും കൂടെ ഈ അമ്മയ്ക്ക് ജനന തിരുനാളിന്റെ അഭിവാദനങ്ങളും ആശംസകളും നമുക്ക് നേരാം. മക്കളായി ജീവിക്കുന്നതിൽ നമുക്ക് അഭിമാനിക്കാം.